ഹായ് ഓൾ. ടൈറ്റിൽ കണ്ടു വന്നവരാണെങ്കിൽ ചെന്തോസ്കി ഇന്ന് സംസാരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചല്ല കേട്ടോ. ബേപ്പൂർ സുൽത്താൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ശ്രീശ്യാം ആർ കൃഷ്ണനെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ബാധിച്ച രോഗത്തെ കുറിച്ചാണ്. ഇപ്പൊ കുറച്ചു പേർക്കെങ്കിലും ബേപ്പൂർ സുൽത്താൻ എന്ന ചാനൽ അറിയാത്തവരുണ്ടാവും അല്ലേ? അവർക്ക് വേണ്ടി പറയാം. പൃഥ്വിരാജ് ഒക്കെ ഇല്ലുമിനാറ്റി ആവുന്നതിന് മുന്നേ കേരളത്തിൽ ഡാർക്ക് മോഡൽ കോണ്ടന്റ് നൽകാൻ ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ബ്ലാക്ക് മാജിക്, കോൺസ്പിററി തിയറീസ് തുടങ്ങിയ നിരവധി ടോപ്പിക്കുകൾ ഇദ്ദേഹം നന്നായി പഠിച്ച് ലളിതമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെതായ ഒരു ഗ്രൂപ്പ് ഓഫ് ഫോളോവേഴ്സ് ഈ കോണ്ടന്റിനുണ്ട്. ഭൂതഗണങ്ങൾ എന്നാണ് ഇവരെ ഇദ്ദേഹം വിളിക്കുന്നത്. കാർത്തിക് സൂര്യ പോലുള്ള യൂട്യൂബർമാർ ചാനൽ ആരംഭിച്ച സമയത്ത് തന്നെയാണ് ഇദ്ദേഹവും ചാനൽ ആരംഭിക്കുന്നത്. എന്നാൽ പിന്നീട് ഡാർക്ക് മോഡിലേക്ക് തിരിയുകയും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ സ്റ്റിക്ക് ഓൺ ചെയ്യുകയും ചെയ്തതിനാൽ ചാനലിന് നിലവിൽ 6 ലക്ഷത്തിനടുത്ത് മാത്രമാണ് സബ്സ്ക്രൈബേഴ്സ്. ദ ചാനൽ ഇസ് ഡിസർവിംഗ് മച്ച് ബെറ്റർ ഫോളോവേഴ്സ്. ബട്ട് ഡാർക്ക് മോഡ് ഇഷ്ടപ്പെടുന്നവർ കുറവായത് കാരണമാകാം സബ്സ്ക്രൈബേഴ്സ് മറ്റ് സമകാലികരെ അപേക്ഷിച്ച് ഇദ്ദേഹത്തിന് കുറഞ്ഞു പോയത്. ഇനി നമുക്ക് ഇദ്ദേഹത്തെ കുറിച്ച് കാര്യമായിട്ടൊന്ന് സംസാരിക്കാം. ബേപ്പൂർ സ്വദേശിയായ ഇദ്ദേഹം തൃശൂർ ഫൈൻ ആർട്സ് കോളേജിൽ റാങ്കോട് കൂടിയ ബിരുദധാരിയാണ്. സ്കൾപ്ചർ, ചിത്രരചന, സംഗീതം, ഇങ്ങനെ സുൽത്താൻ കൈവെക്കാത്ത മേഖലകളില്ല. വീഡിയോ പരസഹായമില്ലാതെ ഷൂട്ട് ചെയ്ത്, എഡിറ്റ് ചെയ്ത്, കളർ ഗ്രേഡ് ചെയ്ത് സകല മേഖലകളിലും കയ്യൊപ്പ് ചാർത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. ഡിജിറ്റൽ ആർട്ട് പോലുള്ള മേഖലകളിലും പ്രാവീണ്യം തെളിയിച്ചിട്ടുണ്ട്. ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കോണ്ടന്റ് വേണമെന്ന ഫോളോവേഴ്സിന്റെ റിക്വസ്റ്റ് കൊണ്ട് തന്നെ സോൾ ഓഫ് സുൽത്താൻ എന്നൊരു ചാനലും ഇദ്ദേഹത്തിന്റെ തന്നെ ബ്രെയിൻ ചൈൽഡ് ആയ സിഗ്നേച്ചർ ഷോർട്ട് ഫിലിമിനായിട്ട് ബെല്ലുമിനാറ്റി എന്നൊരു ചാനലും മൂപ്പർക്കുണ്ട്. മ്യൂസിക് കപ്പിൾ എന്ന മ്യൂസിക് റിലേറ്റഡ് ചാനൽ അത്ര ആക്റ്റീവായി കാണുന്നില്ല. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ നല്ല ശ്രദ്ധ പുലർത്തുന്ന ഇദ്ദേഹം 75 ഡേയ്സ് ചാലഞ്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പങ്കുവച്ചിരുന്നു. എന്നാൽ പൊടുന്നനെയാണ് 2-3 മാസങ്ങളായി യൂട്യൂബിൽ പുതിയ കോണ്ടന്റുകൾ സൃഷ്ടിക്കാനാവാത്ത വിധം അദ്ദേഹം രോഗബാധിതനായത്. ശരീരപുഷ്ടി നഷ്ടപ്പെട്ട് ക്ഷീണിതനായ രൂപത്തോടെയാണ് ഇപ്പോൾ അദ്ദേഹം വീഡിയോകളിൽ പ്രത്യക്ഷപ്പെടുന്നത്. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? GERD അഥവാ ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന രോഗമാണ് ഇദ്ദേഹത്തെ ബാധിച്ചത്. നിർത്താതെയുള്ള ചുമയോടെയാണ് ഈ അസുഖം ആരംഭിക്കുന്നത്. ഉറങ്ങാൻ നേരത്ത് കുത്തിയുള്ള ചുമ ആരംഭിക്കുന്നു. ഒരു യൂട്യൂബറുടെ പ്രധാന ആയുധമാണല്ലോ ശബ്ദം. സുൽത്താനോട് വോയിസ് റെസ്റ്റും ഇതോടൊപ്പം നിർദ്ദേശിക്കപ്പെടും. പലപ്പോഴായി ന്യൂമോണിയ ഉൾപ്പെടെ ബാധിച്ച് അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ചില ആന്റിബയോട്ടിക്കുകൾ അലർജി ആവുന്ന സാഹചര്യവും ഉണ്ടായി. ഇത് കാലിന് നീരുണ്ടാക്കി. മാസങ്ങളോളം അദ്ദേഹം ആരോഗ്യം വീണ്ടെടുക്കാനാവാതെ സ്ട്രഗിൾ ചെയ്തു. ബട്ട് യെസ്, ഹി ഈസ് ബാക്ക്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വെളിവാക്കിക്കൊണ്ടുള്ള വീഡിയോ ചെയ്ത് അദ്ദേഹത്തിന്റെ കംബാക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പുതിയ വീഡിയോസും പുത്തൻ കോണ്ടന്റും നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നമായ സിനിമയിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അപ്പൊ ശരി, പിന്നെ പകല.